എന്താ അല്ലേ ചില അനുഭവങ്ങൾ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് നമുക്ക് വരിക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് പരീക്ഷിക്കും, പക്ഷേ നമ്മളിലേക്ക് വരും. അങ്ങനെ ഒരു അനുഭവം ഞാൻ വായിക്കാം. എന്ത് സുഖ, നമ്മുടെ തൃമധുരത്തിലെ അംഗത്തിൻ്റെ തന്നെയാണ്. തൃമധുരത്തിലൂടെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ഞാൻ തൃമധുരത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. എൻ്റെ പേര് ലതാ നായർ എന്നാണ്. ഇപ്പോൾ അടുത്താണ് എനിക്ക് നാരായണീയ സമ്മാനം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത്. ഞാൻ 2 കൊല്ലമായിട്ട് നാരായണീയം വാങ്ങണമെന്നുള്ള ചിന്തയിലായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ ഒരു ചേച്ചി നാരായണീയം സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ആ ചേച്ചിയോട് കൊറിയർ ചെയ്തു തരാൻ പറഞ്ഞു നാരായണീയം. അപ്പോൾ നാരായണീയത്തിനേക്കാളും ചിലവ് കൊറിയർ ചാർജ് ആവും. ഞാൻ നാരായണീയം അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞു. അവിടെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ ഫോൺ വന്നു. ഒരു വയസ്സായ ആള്, നല്ല തേജസ്സുള്ള ഒരു മുഖം. ആ ആള് വന്ന് ചേച്ചിയോട് ചോദിച്ചു, ആരെങ്കിലും നാരായണീയ പുസ്തകം എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുസ്തകം ഞാൻ അവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. ആ പ്രായമായ ആള് പുസ്തകം വാങ്ങിപ്പോയി. അപ്പോൾ ആ നാരായണീയ പുസ്തകം എനിക്ക് കിട്ടിയില്ല, ആരോ വാങ്ങിപ്പോയി. ഇപ്പോൾ ഒരു ചേച്ചി, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ അലങ്കാരവർണ്ണനയ്ക്ക് നാരായണീയ ബുക്ക് സ്പോൺസർ ചെയ്യുന്നത് കേട്ടപ്പോൾ എനിക്ക് അത് കിട്ടിയ കൊള്ളാമെന്ന് തോന്നിട്ടോ. അത് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അലങ്കാരവർണ്ണനയുടെ ഉത്തരം എഴുതി. വൈകുന്നേരം ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ശ്രീകാന്ത്ജി ശബ്ദ സന്ദേശമായിട്ട് എനിക്ക് അയച്ചു, ഞാനാണ് വിജയി, നാരായണീയ പുസ്തകം അയക്കാൻ വിലാസവും ഫോൺ നമ്പറും ഒക്കെ തരണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. എനിക്ക് ബലമായിട്ടുള്ള വിശ്വാസമുണ്ട് ആ പ്രായമായ ആള് ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു ആ നാരായണീയവും അങ്ങ് വാങ്ങിപ്പോയതെന്ന്. നാരായണീയം പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് ആർക്ക് തന്നെയായിരിക്കും? ഗുരുവായൂരപ്പൻ തന്നെയായിരിക്കും, ഒരു സംശയമില്ലല്ലേ? അപ്പോൾ അമ്മയ്ക്കും കിട്ടി. അമ്മയ്ക്ക് വെച്ച നാരായണീയവും ഭഗവാനെപ്പോലെ ഒരാൾ വന്ന് വാങ്ങി. ആ ഒരു വിശ്വാസമല്ലേ നമ്മളെ ഗ്രൂപ്പിൽ നാരായണീയ സമ്മാനം കൊടുത്ത ആ ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അത് പ്രത്യേകം പറഞ്ഞു കൊടുത്താണ് സമ്മാനം. എന്താ കഥ? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ. എന്താ അല്ലേ ചില അനുഭവങ്ങൾ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് നമുക്ക് വരിക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് പരീക്ഷിക്കും, പക്ഷേ നമ്മളിലേക്ക് വരും. അങ്ങനെ ഒരു അനുഭവം ഞാൻ വായിക്കാം. എന്ത് സുഖ, നമ്മുടെ തൃമധുരത്തിലെ അംഗത്തിൻ്റെ തന്നെയാണ്. തൃമധുരത്തിലൂടെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ഞാൻ തൃമധുരത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. എൻ്റെ പേര് ലതാ നായർ എന്നാണ്. ഇപ്പോൾ അടുത്താണ് എനിക്ക് നാരായണീയ സമ്മാനം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത്. ഞാൻ 2 കൊല്ലമായിട്ട് നാരായണീയം വാങ്ങണമെന്നുള്ള ചിന്തയിലായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ ഒരു ചേച്ചി നാരായണീയം സൗജന്യമായി കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ആ ചേച്ചിയോട് കൊറിയർ ചെയ്തു തരാൻ പറഞ്ഞു നാരായണീയം. അപ്പോൾ നാരായണീയത്തിനേക്കാളും ചിലവ് കൊറിയർ ചാർജ് ആവും. ഞാൻ നാരായണീയം അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞു. അവിടെ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ ഫോൺ വന്നു. ഒരു വയസ്സായ ആള്, നല്ല തേജസ്സുള്ള ഒരു മുഖം. ആ ആള് വന്ന് ചേച്ചിയോട് ചോദിച്ചു, ആരെങ്കിലും നാരായണീയ പുസ്തകം എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ